സ്തോത്രം. ശേഷം ഇവിടെ ഒരു 9:45 എത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. വിശ്രമമില്ലാത്ത യാത്രകൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ബലവാനായ ദൈവത്തിന്റെ ശക്തമായ കരം കൂടെയുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീത ഗാനങ്ങൾ ആലപിച്ച കർത്താവിന്റെ ദാസൻ സ്തോത്രം. എനിക്ക് തോന്നുന്നു വിനോദ് പാസ്റ്റർ അവിടെ ഓഡിറ്റോറിയത്തിൽ 3 ദിവസം നടന്ന കൺവെൻഷൻ അവിടെ വെച്ച് കാണുവാനിടയായി തീർന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പകലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിന്റെ വേദഭാഗം വായിക്കാൻ കുറിച്ച് ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. മതി. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും 2019 നമ്മളെ വിട്ട് കടന്നുപോയി. സ്തോത്രം. ഒരു പുതിയ വർഷത്തേക്ക് നാം കടന്നു വന്നു. പിന്നിട്ട പാതകളെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഏകസ്ഥലത്തിൽ പറയാൻ കഴിയും, എബനേസർ, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഇനി എന്തായി തീരും 2020? ലോക ശത്രു നമ്മളെ നോക്കി ചോദിക്കുമ്പോൾ ഭാവിയെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരേ ശബ്ദത്തിൽ നമുക്ക് പറയാൻ കഴിയും, യഹോവ ഈരി, അവൻ ഞങ്ങൾക്കായി കരുതുന്നതയോ. അസമാധാനമുള്ള ചുറ്റുപാടുകളെ കാണുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയും, യഹോവ ഷാലേം, അവൻ ഞങ്ങളുടെ സമാധാനത്തിന്റെ ദൈവമാണ്. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും ദൈവസേനയും ഒന്ന് മൗനമായിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ 2020 കാണാൻ കഴിയുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഒരു പുതുവർഷം ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ 2020 നമ്മുടെ നാവിൽ നിന്ന് ഉയർന്ന ഒരേ ശബ്ദം, നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ശ്രദ്ധിച്ചാട്ടെ. ദീർഘവർഷങ്ങൾ ഒരു നെഹമ്യാവ് പ്രാർത്ഥിച്ചു. ക്രിസ്തലോ ഇരിക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിലാണെങ്കിലും ഉദ്യോഗം രാജകൊട്ടാരത്തിലാണെങ്കിലും യെരൂശലേമിന്റെ മതിലിടിഞ്ഞ് വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്ന കണ്ടപ്പോൾ അവൻ ആത്മഭാരമുണ്ടായി. സ്തോത്രം. കൊട്ടാരത്തിലാണ് ഇരിപ്പെങ്കിൽ, ഉദ്യോഗം കൊട്ടാരത്തിലാണെങ്കിലും സ്തോത്രം, ആത്മഭാരമുള്ളവന്റെ പ്രത്യേകത നോക്കിക്കുക. വാതിൽ വെന്ത് കിടക്കുന്ന കണ്ടപ്പോൾ, മതിൽ ഇടിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ദീർഘവർഷങ്ങൾ മാറിയിരുന്ന് കരഞ്ഞു. നല്ലതിൽ നിന്നൊരു ദൂത് പറയാം. വർഷങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലും ഉത്തരം 52 ദിവസത്തിനുള്ളിൽ കിട്ടി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ 52 ദിവസം എന്ന് വെച്ചാൽ വെറും 2 മാസത്തിനുള്ളിൽ. സ്തോത്രം. നിങ്ങളൊന്ന് വിശ്വസിച്ചേ, ദൈവത്തിന്റെ പ്രവൃത്തി ഒരിക്കലും ചോദ്യം ചെയ്യരുത്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ആയതുപോലെ തന്നെ യോഹന്നാൻ 4:4 പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. ഈ ഒരു ബോധം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, സ്തോത്രം. ഒത്തിരി സാക്ഷ്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, വൈകിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. യേശുവിനെ അറിയാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. രക്ഷ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. രക്ഷയൊക്കെ അറിയാം. അറിയാവുന്ന രക്ഷയ്ക്ക് 30 ദിവസം, 60 ദിവസം, 90 ദിവസത്തെ കാലാവധിയുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗത്ത് എഴുതി കിട്ടുന്ന രക്ഷയായിരുന്നു. കാലാവധി കഴിയുമ്പോൾ ആ രക്ഷയെ അഴിച്ചു കളഞ്ഞിട്ട് പുതിയ രക്ഷ എഴുതി കിട്ടും. എന്നാൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകനിലൂടെയും കൂടെ പഠിച്ച കൂട്ടുകാരിലൂടെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. അന്ന് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന്. എന്നാൽ ഇന്ന് ഞങ്ങൾ പറയുന്നു, യേശു ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവമല്ല, പിന്നെയോ മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷകനാണ്. അന്ന് പറഞ്ഞു റോമൻ പടയാളികളെല്ലാം കൂടെ യേശുവിനെ ക്രൂശി കയറ്റിയെന്ന്. പക്ഷെ പുസ്തകം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, യേശുവിനെ ആരും ക്രൂശി കയറ്റിയതല്ല, മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറിയത്, ആരും കയറ്റിയതല്ല. യേശു ക്രിസ്തു, അതുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തിങ്കിൽ സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള സന്തോഷമല്ല, മാനവകുലത്തിന് മുഴുവൻ ഉണ്ടാകുന്ന സന്തോഷം. സ്തോത്രം. എന്നാൽ സുവിശേഷത്തിന്റെ സത്യങ്ങളെ പ്രിയപ്പെട്ടവർ പൊരുളി തിരിച്ചു പറഞ്ഞപ്പോൾ അംഗീകരിക്കുവാൻ കഴിയാതെ ഞാൻ രത്ന ചുരുക്കമായി പറയുകയാണ്. വലതു കൈകൊണ്ട് വേദപുസ്തകത്തിന്റെ താളുകളെ വലിച്ചു കീറി പരിക്കനുള്ള സിമന്റ് തറയിലേക്കിട്ട് പാരകന്റെ ചെരുപ്പ കാൽ കിടന്നത്
അതുകൊണ്ട് ചവിട്ടിയിട്ട് പറയും, നിങ്ങൾ പറയുന്ന യേശുവിന് ജീവനുണ്ടെങ്കിൽ അവന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞൊരു പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ വേദപുസ്തകം വലിച്ചു കീറി എന്നെ. സ്തോത്രം. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ശ്വാസം ഇവിടുന്ന് പോകുന്ന നിമിഷം വരെ യേശു എന്ന പദം എന്റെ അതരത്തിൽ എടുക്കുകയല്ലെന്ന്. ഞങ്ങളുടെ സാർ ഒരു രസികനായിരുന്നു. സാറ് പറഞ്ഞു, കൊച്ചാ നീ ശ്വാസം വിടുന്നത് തന്നെ യേശു എന്ന്. അകത്തോട്ട് ശ്വാസം വിടുമ്പോ പുറത്തോട്ട് ഷൂ. പിന്നെ ക്രിസ്തീയ സ്ഥാപനത്തിൽ പഠിക്കാൻ നിന്നപ്പോൾ പാപി ചെല്ലുന്ന പാതാളം എന്ന് പറഞ്ഞ പോലെ എവിടെ തിരിഞ്ഞാലും യേശുവിനെ കേൾക്കാം. സ്തോത്രം. ഈ പാട്ട് എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. സ്തോത്രം. എല്ലാവരെയും ആകർഷിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒത്തിരി കൂട്ടുകാര് രാവിലെ ഇവര് പാട്ട് പാടും. തിരുനാമകീർത്തനം പാടുവാൻ, അല്ലെങ്കിൽ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ ഇത്യാദി പാട്ടുകൾ മുകളിൽ പാടുമ്പോൾ ഞങ്ങള് ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ആരും അങ്ങോട്ട് പോകാറില്ല. എന്നാൽ ഞങ്ങളുടെ കൂടെയുള്ള ചില കൂട്ടുകാർക്ക് പാട്ടൊക്കെ നന്നായിട്ട് പാടാൻ അറിയാം. അവര് കയറിപ്പോവും. ആദ്യം ഒന്നും ഞങ്ങള് അത് വളരെ ഗൗനിച്ചില്ല. പിന്നീട് എപ്പോ ഇവര് നടന്നാലും ഞങ്ങളുടെ കൂടെ നടക്കും. ഇതിങ്ങനെ മൂളിക്കൊണ്ട് നടക്കും. അങ്ങനെ ഞങ്ങള് പറഞ്ഞത് നമ്മുടെ നാവേൽ എടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ കൂട്ടുകാർ കേൾക്കില്ല. അവര് പ്രാർത്ഥിക്കാൻ സാറൊക്കെ വരുമ്പോൾ അവരും കയറിപ്പോവും. പിന്നീട് ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ സ്റ്റെയർകേസിന്റെ അവിടെ പോയിരിക്കും. പാട്ട് മുകളിൽ കേൾക്കുമ്പോൾ ക്രിസ്തീയ കൂട്ടുകാർ കയറി പോകുമ്പോൾ ഞങ്ങളൊരു സൈഡ് സ്തോത്രം മാറിക്കൊടുക്കും. അവര് പൊക്കോട്ടെ, അവരുടെ പാട്ടാ. എന്നാൽ ഏതെങ്കിലും ഒരു ഹിന്ദു പോയാൽ ഇവിടെ ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. സ്തോത്രം. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവർ അന്യഭാഷ സ്വർഗത്തിലെ ഭാഷയാന്ന് പറഞ്ഞപ്പോൾ പേപ്പറിനകത്ത് അത് തിരുത്തി എഴുതുകയും ക്രിസ്തീയ പാട്ടുകൾ തിരുത്തി എഴുതുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇന്ന് പകൽ പറയട്ടെ, ഏത് കരം കൊണ്ട് പുസ്തകം വലിച്ചു കീറിയോ അതേ കരം കൊണ്ട് ആ പുസ്തകത്തെ മാർവോട് ചേർക്കാനും, ഏത് കാലുകൊണ്ട് ചവിട്ടിയോ ആ കാല് വിശ്രമം കൂടാതെ യേശുവിന് വേണ്ടി ഓടുവാനും, ഏത് അതരം കൊണ്ട് അതിനെ തുപ്പിയോ നിഷേധിച്ചോ അതേ അതരം കൊണ്ട് യേശു ജീവനുള്ള ദൈവം എന്ന് വിളിച്ചു പറയുവാൻ സർവശക്തൻ ഇടയാക്കിയെങ്കിൽ ഒരൊറ്റ കാര്യം അതിൽ നിന്ന് ഞാൻ പറയാം. ആരൊക്കെ ഈ പുസ്തകത്തിന് വിരുദ്ധമായി കരമുയർത്തിയിട്ടുണ്ടോ അവനെ കൊണ്ടെല്ലാം തമ്പുരാൻ ഈ പുസ്തകം ചുവപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ ഇതിന് വിരുദ്ധമായി അതരം തുറന്നിട്ടുണ്ടോ അവരെ കൊണ്ടെല്ലാം യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് നമ്മുടെ ദൈവം പറയിപ്പിച്ചിട്ടുണ്ട്. അത് കർത്താവിന്റെ വിശ്വസ്തതയാകിയാൽ ഇന്ന് പകൽ കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സ്തോത്രം. ചുമ്മാ തിഞ്ഞു വരുമല്ലായിരുന്നു, ദൈവത്തിന് ശരിക്കും അടി വാങ്ങിച്ചു. സ്തോത്രം. ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകാതെ വേഗത്തിൽ ഞാൻ പറയാം. വലിച്ചു കീറിയ കൈ തളർന്നു, തുപ്പി അതരം താന്നു, ചവിട്ടിക്കളഞ്ഞ കാല് തളർന്നു. സ്തോത്രം. അങ്ങനെ ബെൽസ്പാൾസി എന്നൊക്കെ പറഞ്ഞ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും ബെൽസ്പാൾസി അല്ല, തമ്പുരാന്റെ കരമായിരുന്നു. ഈ പകൽ ഭയത്തോടെ ഞാനൊരു കാര്യം പറയാം. ദൈവകരം ഭാരമായി വന്നാൽ ഉലകത്തിൽ ഒരൊറ്റ വ്യക്തിക്കും രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ബുദ്ധിക്ക് അതീതമായ അത്യത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ പറ, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കരുത്തുള്ള ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഈ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവൻ കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഒന്നുമല്ല വരുന്നത്. ദിക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. കൂടി വരുന്നവരുടെ നടുവിൽ ആഗതനാകാമെന്ന് വാക്ക് പറഞ്ഞ വലിയവനായ ദൈവം നമ്മുടെ മധ്യത്തിലുള്ളതിനെ കരമടിച്ച നിമിഷം ആ ദൈവത്തെ സ്തുതിച്ചാട്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. സഹോദരങ്ങളെ, ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം പറയുന്നത് സ്തോത്രം പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാനല്ല. ഞങ്ങൾ ഈ തെരുവിൽ പ്രസംഗിക്കുന്നവരായതുകൊണ്ട് സ്തോത്രം ആരും സ്തോത്രം പറഞ്ഞില്ലേലും എന്റെ ബസ്സേ അവിടൊക്കെ വന്ന് ഉടുത്തം കൊണ്ട് കുറച്ചുകൂടി ഉയർത്തി കൊടുത്ത് മീശയിലൊക്കെ ഒന്ന് തടകി ആപാതചൂടെ ഞങ്ങളെ നോക്കി അവരവിടെ നിൽക്കുന്നത്. അവരുടെ നടുവിലാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. സ്തോത്രം. അവിടെ ഗ്ലോറി പറഞ്ഞ് സഹായിക്കാൻ ആരുമില്ലെങ്കിലും പ്രസംഗിക്കും. സ്തോത്രം. പിന്നെന്തിനാ സ്തുതിക്കുന്നത്? നേരുള്ളവർക്ക് ഉചിതമാണ്. അവൻ സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. കാരണം റോമാലേഖനം 8:31 മുതൽ താഴോട്ട് പറയുന്ന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു മരിച്ചു. സ്തോത്രം. യേശു ക്രിസ്തു മരിച്ച ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റ ദൈവം. അങ്ങനെയെങ്കിൽ ആ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ടോ എന്ന് വിശ്വസിച്ചേ.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പരപ്രേരണയാൽ അല്ല ദൈവത്തെ സ്തുതിക്കാനുള്ളത്. ശ്രദ്ധിച്ചേ, മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും. ഹലോ, മുസ്ലിം സഹോദരങ്ങൾ. അപ്പൊ ഒരാഴ്ചയാകുമ്പോ നിങ്ങൾ എന്താ മിണ്ടാത്തെ? മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം ഇവിടെ കണക്ക് കൂട്ടി വരുന്നേ ഉള്ളൂ, 5 പ്രാവശ്യം നിസ്കരിക്കും. 7 ദിവസം ആകുമ്പോ 35. ഹൈന്ദവ സഹോദരങ്ങളെല്ലാം ഹൈന്ദവ സഹോദരങ്ങൾ സ്തോത്രം എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രങ്ങളിൽ പോവും, വൈകിട്ട് ദീപാരാധന തുടരും. ഒരാഴ്ചയാകുമ്പോ 14. സ്തോത്രം. മുസ്ലിം സഹോദരങ്ങൾ 35, ഹൈന്ദവ സഹോദരങ്ങൾ ക്രിസ്ത്യാനി ഗ്ലോറി പറഞ്ഞാൽ മതി. ഒരു ദിവസം അന്ന് തന്നെ വന്ന ഇരിപ്പ് കണ്ട ചവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ ഇരിക്കും. സ്തോത്രം. ചിലര് വന്ന ഉടനെ കൈ കെട്ടിയിരിക്കും. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ദൈവമേ, ആരാധന കോൺട്രാക്ട് എടുത്ത പോലെ ഞങ്ങളാണ് ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. മസില് പിടിച്ചൊരു ഇരിപ്പ്, ഇത് നല്ല ഇതിനകത്ത് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ഇരുന്നിടത്തുനിന്ന് നമ്മളെല്ലാം പെറുക്കിയെടുത്ത് സ്തോത്രം അല്ലേ. ബാക്കി വൈകിട്ട് പറയാം. സ്തോത്രം. പാവം പിടിച്ച പാസ്റ്റർമാര് സ്റ്റേജിൽ കിടന്നോണ്ട് കുടലും മറിഞ്ഞു കിടന്നാ പറയുന്നത്. ഒന്ന് സ്തുതിച്ചേ, ഒന്നുകൂടെ സ്തുതിച്ചേ, ചിരിച്ചോണ്ട് സ്തുതിച്ചേ, കൈ കുടഞ്ഞോണ്ട് സ്തുതിച്ച്. എന്നാലും ഈജിപ്തിലെ പിരമിഡ് പോലെ നമ്മളിങ്ങനെ ഇരിക്കും. സ്തോത്രം. തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ അദ്ദേഹം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. കരമടിക്കാൻ ആരോഗ്യമുള്ളപ്പോൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. യോഗത്തിന് കാലുകൾക്ക് ബലം തരുമ്പോ കാലിയായി ഒരൊറ്റ യോഗം മുടക്കരുത്. കാരണം ഇത് കൂട്ടിക്കെട്ടിയ പിന്നെ യോഗത്തിന് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷി ഒരു വൃക്ഷത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ കാലുകൾ രണ്ടും അതിന്റെ ശരീരത്തെ വഹിക്കും. പ്രത്യുപകാരം എന്ന നിലയിൽ ഈ പക്ഷി പറക്കുമ്പോൾ അതിന്റെ ചിറകുകൾ രണ്ടും ഇതിന്റെ ശരീരത്തെ വഹിക്കും. ആരോഗ്യമുള്ള സമയത്ത് ഈ പുസ്തകം ചുമന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവജനമേ, ഇത് ചുമക്കുവാൻ ആരോഗ്യമില്ലാത്ത സമയത്ത് ഈ പുസ്തകം നമ്മളെ ചുമക്കും. അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന സമയങ്ങൾ സഹോദരിമാരെ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ പറയാറുണ്ട്, ഈ കൊഴിഞ്ഞ പല്ലും പൊട്ടിയ ചെവിയും മങ്ങിയ കണ്ണും വിടറിയ ശബ്ദവും വിറയ്ക്കുന്ന കാലുകളും കുഴഞ്ഞ കൈകളും ഉള്ളപ്പോ ചില പറയാം, എന്നാ പിന്നെ ശേഷിക്കുന്ന കാലം കർത്താവിന് വേണ്ടി. അന്ന് ഭർത്താവിന് വേണ്ട. സ്തോത്രം. അന്ന് ഭാര്യയ്ക്ക് വേണ്ട. അന്ന് പിള്ളേരും കൊണ്ട് ഓൾഡേജ് ഹോമിൽ കൊണ്ട് കളയും. സ്തോത്രം. ലഭിച്ച യൗവനം, തന്നിരിക്കുന്ന ആയുസ്, ദൈവം തന്ന ആരോഗ്യം, ഒറ്റ ദിവസമേ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കണം. കാരണം സത്യം അറിഞ്ഞെന്ന് പറഞ്ഞ പല പ്രിയപ്പെട്ടവരും മീഡിയയിൽ കൂടെ നാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെ വിട്ട് ഓടിയെന്ന്. എന്നാൽ ഞാനൊരു ദൂത് പറയാം, അനുഭവത്തിൽ കൂടെ വന്നവരുമുണ്ട്, അഭിനയത്തിൽ കൂടെ വന്നവരുമുണ്ട്. അനുഭവത്തിൽ കൂടെ വന്ന ഒറ്റ ഒരു വ്യക്തിക്കും യേശുവിന്റെ സ്നേഹത്തെ വിട്ട് മാറാൻ കഴിയത്തില്ല. യേശുവിന്റെ സ്നേഹത്തെ നമ്മളെ വേർപിരിക്കാൻ ലോകത്തിലൊരു ശക്തിക്ക് കഴിയത്തില്ല. പൗലോസിക വിളിച്ചു പറഞ്ഞ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നും യേശുവിന്റെ സ്നേഹം വിട്ട് മാറാൻ സാധ്യമല്ല. സ്തോത്രം. ആ സ്നേഹത്താൽ നാം പിടിക്കപ്പെട്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം പറഞ്ഞാട്ടെ അലക്ഷ്യമാക്കി ക്രൂശിനെ ശ്രദ്ധിച്ചാട്ടെ. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത് കൊണ്ട് ദൈവസിംഹാസനത്തെ വലതുഭാഗത്തിരിക്കുക. എന്താ യേശുവിന്റെ മുമ്പിലുള്ള സന്തോഷം? ഒരു സന്തോഷം കണ്ടോണ്ട് അതിനെ ഓർത്തിട്ട് ഈ അപമാനത്തെ അലക്ഷ്യമാക്കിയത്. എന്താ സന്തോഷം? സന്തോഷം നമ്മളാ. മണവാട്ടിയാ യേശുവിന്റെ സന്തോഷം. ഈ മണവാട്ടിയെ ഓർത്തിട്ട് ഈ അപമാനം അലക്ഷ്യമാക്കിയിട്ട് ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവിടെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചോണമെന്ന്. കഷ്ടതകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണമെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ ജീവനാഥൻ നമ്മുടെ അകത്തു. നമുക്കൊരു അധികാരമുണ്ട് പ്രിയമുള്ളവരെ. എന്താ അധികാരം? പഴയ നിയമത്തിൽ ദാവീദ് പറയുന്നു, നിന്നാൽ ഞാൻ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ പറഞ്ഞാട്ടെ മതിൽ ചാടിക്കടക്കും.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണമേ, പഴയ നിയമത്തിൽ ദാവീദ് പ്രശ്നങ്ങളെ ചാടിക്കടക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമ ഭക്തനോട് പറഞ്ഞ, നീ ചാടണ്ട, ഈ മലയോട് ചാടി കടലിൽ പോകാൻ നീ കൽപ്പിച്ചാൽ അതങ്ങനെ സംഭവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളെയും നാവിന്റെ ഒരു അധികാരം തന്നിട്ടുണ്ട്, കൽപ്പിക്കാൻ തയ്യാറാകണം. സ്തോത്രം. അല്ലെങ്കിൽ ബലഹീന പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാറിയ അവസ്ഥയൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് മാറിയിട്ട് ബലവാനായ ദൈവത്തിന്റെ ശക്തി എന്റെ അകത്തുണ്ടെന്നുള്ള മനോബോധത്തോടുകൂടി, ധൈര്യത്തോടുകൂടി കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുക കാലഘട്ടത്തിൽ ശബ്ദമായി എന്റെ സഹോദരിമാരെ ദൈവം ഉപയോഗിക്കട്ടെ. അതുകൊണ്ട് ആ മോർദെഖായി എസ്തേറിനോട് പറഞ്ഞു, നീ ഈ സമയത്ത് എന്ത് ചെയ്യരുത്, നിനക്കൊരു ദൗത്യമുണ്ട്. എസ്തേർ എന്ന വാക്കിനർത്ഥം നക്ഷത്രമെന്നാ. പക്ഷെ ഒരു കാലഘട്ടം വരെ കാർമേഘപടലം ഇങ്ങനെ മൂടിക്കിടക്കുകയായിരുന്നു. ഒരു കാലഘട്ടം വരെ ഈ നക്ഷത്രത്തെ കാർമേഘപടലം മൂടി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോ ദൈവം ആ നക്ഷത്രത്തെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അത് അവിടെ തന്നെ പ്രകാശിച്ചിരിക്കാനല്ല, ദൈവത്തിന് പ്രയോജനമുള്ളതായി മാറുവാൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരിടത്ത് തന്നെ പ്രകാശം പരത്തുകയല്ല ചെയ്യേണ്ടത്. ഒരു കാലഘട്ടം വരെ കാർമേഘപടലം മൂടിക്കിടന്ന ഈ നക്ഷത്രത്തെ തമ്പുരാൻ കൊണ്ടുവന്ന് ഈ രാജകീയമായ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് നിനക്ക് മാത്രമല്ല, വിടുതലിന് വേണ്ടിയല്ല, യഹൂദജനത്തിന് മുഴുവൻ വിടുതല്. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്റെയും എന്നെ ലോകം കണ്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ അഡ്രസ് സ്വർഗത്തിലുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് എവിടെ ഉണ്ട്? പറഞ്ഞേ. കാർഡ് അടിച്ച് വിതരണം ചെയ്ത് എന്നെ ഈ യോഗത്തിന് വിളിക്കണമെന്നൊന്നും പറയണ്ട, ശുശ്രൂഷകളങ്ങനെ പറയത്തുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് എവിടെയുണ്ട്? സ്തോത്രം. പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസിന്റെ മുറിയിലേക്ക് വന്ന് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നോക്ക്, കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്, വിളിച്ച് പ്രസംഗം കേൾക്കാൻ. വെൺമാണത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ്, കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്, വിളിക്കാം. പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് സ്വർഗത്തിലുണ്ട്. വെൺമാണത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനെ ആരും കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ വീഡിയോയിൽ പ്രാർത്ഥിക്കുന്നവൻ തെളിയും. സ്വർഗത്തിലെ വീഡിയോ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ ഭാരപ്പെടില്ല. പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത എന്റെയും നിങ്ങളുടെയും കണ്ണുനീര് വസ്ത്രത്തിൽ പറ്റി മാഞ്ഞു പോകത്തില്ല. അത് തുരുത്തിയിലാക്കി വെച്ച് മറുപടി വരുന്ന ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്, കണ്ണുനീർ കാണുന്ന ദൈവമാണ്, അല്ല നിലവിളി കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ദൈവമാണ്. അവന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. പിന്നെന്തിനാ തളരുന്നേ? പിന്നെന്തിനാ ക്ഷീണിക്കുന്നേ? പ്രശ്നങ്ങളെ പുറകിൽക്കളാ. ആർക്കാ പ്രശ്നമില്ലാത്ത? പ്രശ്നമില്ലാത്ത ആർക്കാ? സ്തോത്രം, സ്തോത്രം. ലോകം മുഴുവൻ പ്രശ്നങ്ങളാ, മാനവകുലത്തിന് മുഴുവൻ പ്രശ്നങ്ങളാ. ഇനി ഇത് കൂടി വരുത്തേ ഉള്ളൂ, ഇനി കുറയോ? പഴയ കാലത്തിലേക്ക് ഇനി പോവോ? ഞാൻ ഇന്നലെ എന്റെ സഹോദരിമാരോട് പറഞ്ഞ പോലെ സാറ്റ് കളിച്ച അവസാനത്തെ തലമുറ നമ്മളാ. അമ്മിക്കല്ലിൽ അരച്ച അവസാനത്തെ തലമുറ നമ്മളാ. ഇനി ഈ പിള്ളേരോട് പറയാവോ? ആട്ടുകല്ലിൽ അരച്ച പട്ട് കളിച്ച അവസാനത്തെ തലമുറ, ഉറ്റിയും കോലും കളിച്ച അവസാനത്തെ തലമുറ നമ്മളാ. തീർന്നു. ഇനി ഒരു പഴയ കാലത്തിലേക്ക് വരത്തില്ല. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നു. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും പറയാറുണ്ട്, വീട്ടിലിരിക്കുന്ന ടിവിയിലെ ചാനലുകളെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാം. പക്ഷെ ജന്മം കൊടുത്തിരിക്കുന്ന മക്കളെ നിയന്ത്രിക്കാൻ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് പറ്റില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ. അപ്പൊ പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് എവിടെയുണ്ട്? പറഞ്ഞാട്ട് സഹോദരന്മാർ, സ്വർഗത്തിലുണ്ട്. ഇനി എന്നെ ആരും കാണുന്നില്ല, എന്റെ പ്രാർത്ഥന ഒന്നും പറയരുത്. സ്തോത്രം. നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ ഒരു ശൗൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അനനിയാസെ, നീ അങ്ങോട്ട് ചെല്ല. നോക്കിക്കേ, സ്വർഗം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് സ്വർഗത്തിലെത്തിയുണ്ടോ? നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ ശൗൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അനന്യാസെ അങ്ങോട്ട് ചെന്ന് അവന് വേണ്ടി. അനന്യാസ് കർത്താവിന് ക്ലാസ് എടുക്കുക. അയ്യോ, അവൻ ആ പുള്ളി ആരാന്നറിയാ സാധനം. തമ്പുരാൻ പറഞ്ഞത് പണ്ട്. സ്തോത്രം. അതൊക്കെ പണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്.
ഇനി എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിക്കണമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തോളാം. നീ ഓടിയല്ലേ. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. ധൂപവർഗത്തോടുകൂടി ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതൊരു വ്യക്തിയുടെ ആയിരിക്കാം, ഒരു സഭയുടെ ആയിരിക്കാം, ഒരു കുടുംബത്തിന്റെ ആയിരിക്കാം. ശ്രദ്ധിച്ചാട്ടോ. സ്തോത്രം. ഈ പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരു ദൂതൻ അവിടെ ഉണ്ട്. 8-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. സ്തോത്രം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർക്കം അവന് കൊടുത്തു. ധൂപവർക്കത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസ്ഥലത്തിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. വിശുദ്ധന്റെ പ്രാർത്ഥന ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിനെ സ്വീകരിക്കാൻ അവിടെ ഒരു ദൂതൻ നിൽക്കുന്നു. ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് ധൂപവർഗത്തോടു കൂടി അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുത്തു. സ്തോത്രം. അവിടെ നിന്ന് കനലായിട്ടൊരു മറുപടി. ദൂതൻ അതെടുത്ത് എവിടോട്ട് എറിഞ്ഞു? വിശുദ്ധന്റെ മുട്ടുമടക്കിയ ഭക്തന്റെ കയ്യിലേക്ക്, പ്രാർത്ഥിച്ച കുടുംബത്തിലേക്ക്. അതൊരു വ്യക്തിയുടെ പ്രാർത്ഥനയായിരിക്കാം, ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയായിരിക്കാം, ഒരു സഭയുടെ പ്രാർത്ഥനയായിരിക്കാം. ഈ പ്രാർത്ഥന അങ്ങോട്ട് പോയപ്പോൾ യാതൊരു ഭൂകമ്പം, ഇടിമുഴക്കം, മിന്നലും നാദം ഒന്നും ഉണ്ടായില്ല. പക്ഷെ കനലായിട്ട് ഈ മറുപടി അങ്ങോട്ട് തന്നു കഴിഞ്ഞപ്പോ ഇടിമുഴക്കമുണ്ടായി, മിന്നലുണ്ടായി, ഭൂകമ്പമുണ്ടായി. നോക്കിക്കേ, ഇടിമുഴക്കമുണ്ടായാൽ നാട്ടുകാരറിയും, മിന്നലുണ്ടായാൽ എല്ലാവരും അറിയും, ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ അറിയും. ഈ പ്രാർത്ഥന അങ്ങോട്ട് പോയപ്പോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഉത്തരം ലഭിച്ചപ്പോൾ അത് നാട്ടുകാരറിയും, വീട്ടുകാരറിയും, ദേശം അറിയും. ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദേശം അറിയത്തക്ക രീതിയിൽ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നിനക്ക് മറുപടി ഉണ്ട്. നെഹമ്യാവ് ദീർഘവർഷങ്ങളിൽ പ്രാർത്ഥിച്ചതിന് മറുപടി വെറും 52 ദിവസം കൊണ്ട് ദൈവം കൊടുത്തെങ്കിൽ വിശ്വസിക്കേ, എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, അല്ലെ വർഷങ്ങൾ കഴിഞ്ഞാലും തീരാത്ത പണി, ഇടത്ത് കൈയിൽ ആയുധവും വലത് കൈ കൊണ്ട് പണിയും ചെയ്ത് വെല്ലുവിളികളുടെ നടുവിൽ സൻബല്ലത്തിന്റെയും തോബിയാവിന്റെയും യേശേമിന്റെയും നെബോദിയുടെ പദ്ധതികളെ തകർത്തുകൊണ്ട് വെല്ലുവിളികളുടെ നടുവിൽ വാഗ്ദത്തമുള്ളവൻ പണിയും, വെല്ലുവിളികളുടെ നടുവിൽ ആത്മഭാരമുള്ളവൻ പണിയും, വെല്ലുവിളികളുടെ നടുവിൽ തന്നെ, എതിർപ്പുകളുടെ നടുവിൽ തന്നെ, പ്രതികൂലത്തിന്റെ നടുവിൽ തന്നെ, പ്രതിസന്ധികളുടെ നടുവിൽ തന്നെ, വൈരിയുടെ മുമ്പിൽ തന്നെ ഭക്തന്റെ കരത്തിന്റെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. Amen. Hallelujah. Hallelujah. Okay, you're free. Yes. Praise the Lord. യേശുവിന്റെ രക്തത്താൽ ജയം.